ഒന്ന് വാടി പെണ്ണേ. വരുവാ. ഇപ്പൊ ഞാൻ അതിനകത്തിട്ട് പൂട്ട് ഞാൻ. പിന്നെ ഞാൻ നാത്തൂനോട് പറഞ്ഞിട്ട് വരാവേ. അങ്ങ് പോണ്ട, ഇവിടെ വിളിച്ചു പറഞ്ഞാൽ മതിയല്ലോ. നാത്തൂനെ, ഓ ഞങ്ങള് പോയിട്ട് വരാം. ഇത് പോയില്ലേ ഇതുവരെ? അങ്ങനെ പോവാനാ. ആദ്യം ഒരു ചുരിദാർ എടുത്തിട്ട്, അപ്പൊ അതിന്റെ കളർ കൊള്ളൂല. വേറെ എടുത്തിട്ട് പിന്നെ അതിന് മുമ്പ് തിരിഞ്ഞു മറിഞ്ഞ് നോക്കിയപ്പോ എന്താ സ്റ്റിച്ച് വിട്ടിരിക്കണത്. നാലാമത്തെ എല്ലാം കഴിഞ്ഞിട്ടേക്കണത് ഇതും. ചുമ്മാ നാത്തൂനെ, ഈ ഏട്ടന് ആദ്യം ഒരു ഷർട്ട് എടുത്തിട്ട് അപ്പൊ അതിന്റെ ഈ കോളറിന്റെ ഒരു ചുളുക്ക് ഇട്ട് അത് മാറി. പിന്നെ അടുത്ത തേച്ചൊക്കെ വന്നപ്പോ ഈ സമയമായി. തേച്ചെടുത്ത മുണ്ടേ തേച്ച് പുല്ലാങ്കുഴലിനകത്ത് വെച്ചിരുന്നു നമ്മള്. അല്ലേലേ എന്റെ ജാതകത്തിലുണ്ട്, ആരെന്ത് തെറ്റ് ചെയ്താലും കുറ്റം മൊത്തം എന്റെ തലമുണ്ടക്ക്. ഈ തലയിലാണല്ലോ ആ കുറ്റം മുഴുവൻ പേർന്നാണ് എന്റെ തലയിൽ. അറിയാലോ എന്റെ അവസ്ഥ. അയ്യോ പൂട്ടിയല്ലേ വാതില്? ഇല്ലില്ല, എനിക്ക് ഇച്ചിരി മല്ലിപ്പൊടി വേണം. എനിക്കറിയാം. മല്ലി മാത്രം എടുക്കാവേ. ആ ഏയ് ബാലു, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കടാ. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ, ഒന്നുമില്ല. നീ ഒരു കാര്യം ചെയ്യ്. നീ വണ്ടിയുടെ ബുക്കും പേപ്പറും ആദ്യം വാങ്ങിച്ചിട്ട് അതൊക്കെ കറണ്ടാണോ നോക്ക്. ബുക്കും പേപ്പറും കറണ്ടാണെങ്കിൽ ഇന്നോവയല്ലേ വണ്ടി, ഞാൻ ഒരു 4 ലക്ഷം രൂപ വരെ മേടിച്ചു തരാം. അതൊക്കെ പറഞ്ഞ് ഈസി ആയിട്ട് മേടിച്ചു തരാം. പക്ഷേ ഒരു കാര്യം, 2% എൻ്റെ കമ്മീഷൻ. അത് കിട്ടണം. പിന്നെന്താ, ഇനി നിനക്കും അതിന് കമ്മീഷൻ അതൊന്നും നടക്കില്ല. നീ പാർട്ടിയെ കൊണ്ടുപോവാ, അതൊക്കെ നീ വേറെ പറഞ്ഞു വാങ്ങിച്ചോ. 4 ലക്ഷം രൂപ ഞാൻ വാങ്ങിച്ചു തരാം, ഗ്യാരണ്ടി. എൻ്റെ ബാലു എല്ലാം നടക്കൂടെ. ഞാനല്ലേ പറയണത്. നീ കാര്യങ്ങൾ മുമ്പോട്ട് നീക്ക്. ശരി, കിട്ടോളിട്ടാ. ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും. ആർക്ക്? പൈസ ആവശ്യക്കാരന്. അല്ല, മറിക്കാൻ കാശ് കിട്ടും. പിന്നെ എത്രയാ? അതൊക്കെ നിസ്സാരം. 4 ലക്ഷം രൂപ മതി എന്ന് പറയുന്നത്, അതൊക്കെ ഈസിയാ. ടീറ്റാ, ഞാനൊരു സാധനം ചോദിച്ചാൽ എനിക്ക് മറിച്ചു തരുമോ? എന്തോന്ന്? ബുക്കും പേപ്പറൊന്നും ഇല്ല കയ്യില്. അടുക്കളയിലേക്ക് ഇച്ചിരി മല്ലിപ്പൊടി കിട്ടും. തമാശ കളിക്കരുത് കേട്ടോ. അത് നീ അങ്ങോട്ട് മറിച്ചാൽ മതി. അത് മറിക്കാൻ തൽക്കാലം ക്ലീറ്റോയെ പിടിക്കണ്ട കേട്ടോ. ഇല്ല, ഞാൻ ചോദിച്ചതാ, നടക്കൂലെന്നറിയാം. അല്ല, അത് മറിക്കാൻ ഞാൻ വരണമില്ല കേട്ടോ. കുടുംബത്ത് മല്ലിപ്പൊടി ഇല്ല, മഞ്ഞപ്പൊടി ഇല്ല, മുളക് പൊടി ഇല്ല. 4 ലക്ഷം രൂപ മറിക്കാൻ പോണു. എവിടെ നിന്ന് എടുത്തിട്ട് മറിക്കാനാ നിങ്ങള്? അത് ഞാൻ എവിടെന്നെങ്കിലും മറിച്ചോളാം, അതോർത്ത് നീ വിഷമിക്കണ്ട. നിങ്ങൾ തല കുത്തി മറിയും, അല്ലാതെ കാശ് മറിയൂല. പിന്നെ മേലെ നിങ്ങൾ വല്ല പണി എടുക്കാൻ നോക്ക് ക്ലീറ്റോ. ചുമ്മാ ഇരുന്ന് ഇത്രയും നാൾ ഈ കുടുംബം പോറ്റിയത് മേലെ അനങ്ങാതെ തന്നെ വീട്ടിൽ ഇരുന്ന് തന്നെയാണ് ഞാൻ കാശ് ഉണ്ടാക്കിയത്. പിന്നെ മാത്രമല്ല, ഒരു വീട്ടിൽ 2 പേര് എന്തിനാണ് മേലനങ്ങളത്? ആരെങ്കിലും ഒരാൾ അനങ്ങിയ പോലെ നീ ഇവിടെ നിന്ന് ചവിട്ടണുണ്ടല്ലോ. ഇനി എങ്ങനെ നിനക്ക് വല്ലതും പറ്റിപ്പോയാൽ നോക്കാൻ ഒരാൾ വേണ്ടേ? അപ്പൊ എന്നെ കൊല്ലുന്നുള്ള തീരുമാനമായി. ആരണ്ട് വന്നിട്ടുണ്ട്, ചെന്ന് നോക്ക്. പോയി നോക്ക്. കാശ് കൊടുക്കാനുള്ള അറിയില്ലായിരിക്കും, ചെല്ല്. ഞാൻ കാശ് കൊടുക്കാനുള്ളവരൊക്കെ എന്നെ വഴി വെച്ച് കാണുമ്പോൾ ചോദിക്കണം. നീ അങ്ങോട്ടൊന്ന് നോക്കാതാണ്. ഞാൻ പോയി നോക്കിയിട്ടെങ്കിൽ പോലെ അയാൾ തിരിച്ചു പോകും, അത്രേ ഉള്ളൂ. എനിക്കിവിടെ ആരും വരാനുമില്ല. ഹലോ, ജമന്തിയുടെ വീട്. അയ്യോ, അതാണ് കേട്ടോ. ഇവിടെ ആരും കാണാനില്ല. അവരവിടെ ഇല്ലല്ലോ. എന്ത് പറ്റി? അല്ല, ഞാൻ ഇതൊന്ന് കൊടുക്കാനായിട്ട് വന്നാ. എന്താ നിങ്ങളുടെ പേര്? ഹരി. ഇത് ജമന്തിക്ക് കൊടുക്കാനായിട്ട്. അവരവിടെ ഇല്ല. എപ്പോ വരുമെന്നറിയോ? അവര് വരില്ല. അല്ല, വരില്ല എന്നല്ല, വരും. പക്ഷെ കൊറേ ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഒത്തിരി ദിവസം എടുക്കും. അയ്യോ, ഒരു കാര്യം ചെയ്യാം, ഇത് ജമന്തിക്ക് കൊടുത്തിരുന്ന. ഇതൊന്നും ഇവിടെ മേടിച്ചു നോക്കാൻ പറ്റില്ല. നിങ്ങൾ വേഗം പോയിക്കേ. വേഗം പോ. അല്ല, ഞാൻ വന്നിരുന്നു പറഞ്ഞാ. അതൊന്നും പറ്റില്ല. നിങ്ങൾ വേഗം പോകാൻ നോക്കണ്ടോ? വേഗം പോ. ദയവ് ഇതൊരു പെൺകൊച്ചിന്റെ ജീവിതം നിങ്ങളായിട്ട് നശിപ്പിക്കരുത്. അല്ല, ഇത് കൊടുത്താൽ മതി പുള്ളിക്ക്. ഇവിടെ അങ്ങനെ ഒരു സാധനം മേടിച്ചു നോക്കാൻ പറ്റില്ല. അത്രേ ഉള്ളൂ കാര്യം. എനിക്ക് തിരക്കില്ല, ഞാൻ വേണമെങ്കിൽ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. വേണ്ടാന്ന് പറഞ്ഞില്ല, അവരിപ്പോ വരില്ല എന്ന് പറഞ്ഞില്ല. നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലാത്തത്?
അത് അങ്ങനല്ല, എന്തറിയാമോ, ഇന്ന് നല്ല വേഷവും നല്ല ഒരുങ്ങി സുന്ദരിയായിട്ടുണ്ട്. അപ്പൊ എന്നോട് സ്നേഹമുണ്ട്. സ്നേഹമല്ലായിരിക്കും. അതിപ്പോ എനിക്ക് മനസ്സിലായി. ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ സ്നേഹം ഉണ്ടെന്നൊക്കെ. ആ അവക്കുള്ളടി ഇത് തന്നെ. ആ അതും കൊടുത്തത് കൊറേ കറങ്ങി ചേച്ചി, രസമായിരുന്നു. ചെറിയൊരു സമ്മാനം. ഞാനത് കുളിച്ചിട്ട് ഒന്ന് പുറത്താണ്. എടി ഇന്നലെ നീ പറഞ്ഞില്ലേ നിന്നെ ഇഷ്ടമാന്ന് പറഞ്ഞ ഒരുത്തം പുറകെ നടന്നേച്ചില്ലേന്ന്. അത് അയാൾ ഇവിടെ നിന്നെ അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നു. നാത്തിനെങ്ങനെ മനസ്സിലായി അയാളാന്ന്? എന്താ മനസ്സിലാവാതിരിക്കാനുള്ളത്? നീ പറഞ്ഞ അതേ രൂപ, പൊക്കവും നല്ല സൈസ്, നല്ല ഭംഗിയുള്ള ഒരാള്. എന്തായാലും അയാളുടെ പേരെന്തായിരുന്നു? അത് തന്നെ, ഇവിടെ വന്ന ആള് ഭാര്യ തന്നെയാ. അയാൾ എന്താ സമ്മാനമായിട്ട് വന്നേ നിനക്ക്? ഞാൻ മേടിച്ചില്ല, ഞാൻ പറഞ്ഞു വിട്ട്. അയാൾ പറഞ്ഞു പിന്നെ വരാന്ന് പറഞ്ഞു. എന്തിനാ നാത്തൂന് അങ്ങനെ പറഞ്ഞത്? പിന്നെ അറിയില്ല, ക്ലീറ്റോ ഉണ്ടായിരുന്നു. ഞാൻ ക്ലീറ്റോ കേൾക്കാതെ പറയണ്ടേ ഇത്. ഏട്ടനോടൊന്നും പറയില്ല. നന്നായിട്ട് ജീവിക്കുന്നവരെ നശിപ്പിക്കാൻ ഓരോരുത്തന്മാർ വരും.